अगला पाठ देखें। दूसरा पाठ है एक पटकथा। നമുക്ക് അടുത്ത പാഠം പഠിക്കാം. ആ പാഠം ഒരു പട്കഥയാണ്. പട്കഥ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തിരക്കഥ. नाम है टीवी। അപ്പോൾ ആ പട്കഥയുടെ പേര് അല്ലെങ്കിൽ ആ തിരക്കഥയുടെ പേര് TV എന്നാണ്. देखिए चित्र में क्या है। ഈ ചിത്രത്തിൽ എന്താണ് നിങ്ങൾ കാണുന്നത്? एंटीना। ആൻറ്റിന ആണല്ലേ? क्या आपने ये कभी देखा है? നിങ്ങൾ ആൻറ്റിന നേരത്തെ കണ്ടിട്ടുണ്ടോ? इसका उपयोग किसके लिए किया जाता है? ആൻറ്റിനയുടെ ഉപയോഗം എന്താണ് ആൻറ്റിനയുടെ ഉപയോഗം? सिग्नल के लिए। സിഗ്നൽ കിട്ടാനാണല്ലേ? आज एंटीना आप कहीं देखते हैं? ഇന്ന് കാലത്ത് നിങ്ങൾ ആൻറ്റിന എവിടെയെങ്കിലും കാണാറുണ്ടോ? नहीं। നെഹി ഇല്ല അല്ലേ? TV-യിൽ നമ്മൾ എന്തൊക്കെയാണ് കാണാറുള്ളത്? सिनेमा, സിനിമ കാണും അല്ലേ? खेल കളികൾ आदि കാണും. कई कार्यक्रम देखते हैं। പല പല പരിപാടികൾ TV-യിൽ നമ്മൾ കാണാറുണ്ടല്ലേ? सिनेमा के लिए क्या चाहिए? ഒരു സിനിമയ്ക്ക് എന്താണ് വേണ്ടത്? हाँ, कहानी चाहिए। ആ കഥ വേണം അല്ലേ? कहानी को सीधे सिनेमा बना सकते हैं? ഒരു കഥ എടുത്ത് നേരെ നമുക്കൊരു സിനിമയാക്കാൻ പറ്റുമോ? नहीं। ഇല്ലല്ലേ? നെഹി. इसके लिए कहानी की पटकथा तैयार करनी है। ഇതിനായിട്ട് കഥയുടെ തിരക്കഥ തയ്യാറാക്കണം അല്ലേ? ആ ഒരു കഥ എടുത്ത് അതിന് തിരക്കഥ തയ്യാറാക്കിയെങ്കിലേ നമുക്കത് സിനിമയാക്കി മാറ്റാൻ പറ്റും. पटकथा कैसे तैयार करते हैं? അപ്പോൾ ഈ പട്കഥ അതായത് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ തിരക്കഥ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? पटकथा में घटनाओं को एक एक सीन या दृश्य बनाकर लिखते हैं। അപ്പോൾ തിരക്കഥയിൽ ഘടനകളെ നമ്മൾ ഓരോരോ സീനുകൾ ആയിട്ടാണ് എഴുതുന്നത് അല്ലേ? അല്ലെങ്കിൽ ഓരോരോ ദൃശ്യങ്ങളായിട്ടാണ് എഴുതുന്നത്. घटनाएं कहाँ कहाँ होती है? അതായത് ആ സിനിമയിലെ ആ കഥാഭാഗം ഓരോ ഭാഗങ്ങളെ നമ്മൾ ഓരോരോ സീനുകളാക്കിയാണ് എഴുതുന്നത്. ആ സീൻ എവിടെയാണ് നടക്കുന്നത്? पात्र कौन कौन है? ആ സീനിലുള്ള കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? घटना किस समय होती है? ആ ഭാഗം ഏത് സമയത്താണ് നടക്കുന്നത്? स्थान कहाँ है? സ്ഥലം ഏത് സ്ഥലത്ത് വെച്ചാണ്? ये सब लिखना है। അപ്പം ഇതെല്ലാം ഒരു തിരക്കഥ എഴുതുമ്പോൾ നമ്മൾ എഴുതണം. अब देखें, നോക്കാം. पाठभाग का नाम है टीवी। അപ്പം നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര് TV എന്നാണല്ലേ? पाठभाग का नाम है TV. टीवी। लेखक का नाम है वरुण ग्रोवर। അപ്പോൾ ഇതിലെ ലേഖകൻ്റെ പേരെന്താണ്? വരുൺ ഗ്രോവർ. लेखक का नाम है वरुण ग्रोवर। आइए टीवी नामक पटकथा का पहला सीन देखें। ആ നമുക്ക് TV എന്ന് പറഞ്ഞ ഈ സ്ക്രിപ്റ്റിൻ്റെ പഹല സീൻ ആദ്യത്തെ സീൻ നോക്കാം. ഇവിടെ തന്നെ സീൻ 1 എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ സീൻ നോക്കാം. गोबू के घर के बाहर की कच्ची सड़क। അപ്പോൾ ഗോപുവിൻ്റെ സീൻ 1 എഴുതിയിരിക്കുന്നു. സ്ഥലമാണ് എഴുതിയിരിക്കുന്നത്. ഗോപു കെ ഘർ കെ ബാഹർ കി കച്ചി സടക്ക്. കച്ചി സടക്ക് എന്ന് പറഞ്ഞാൽ ടാർ ഇടാത്ത റോഡാണ്. അപ്പോൾ ഗോപുവിൻ്റെ വീടിന് വെളിയിലുള്ള കച്ചി സടക്കാണ് സ്ഥലം. दोपहर के 2 बजे। അപ്പോൾ സമയവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു തിരക്കഥയിൽ എന്തൊക്കെ വേണം? സ്ഥലം വേണം, സമയം വേണം, കഥാപാത്രങ്ങളൊക്കെ വേണം. അപ്പോൾ ഇവിടെ സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഗോപു കെ ഘർ കെ ബാഹർ കി കച്ചി സടക്ക്. സമയമോ ദോപഹർ കെ 2 ബജെ, ഉച്ചയ്ക്ക് 2 മണിക്കാണ്. पहाड़ी इलाका। പഹാടി ഇലാക്ക എന്ന് പറഞ്ഞാൽ മലയോര പ്രദേശം. അപ്പോൾ ഇവരുടെ സ്ഥലം എങ്ങനെയുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു മലയോര പ്രദേശമാണ്. दूर दूर तक फैले पहाड़ दिख रहे हैं। ദൂരെ ദൂരെയായിട്ട് ഇങ്ങനെ മലകൾ നമുക്ക് കാണാൻ പറ്റും. करीबन 8-10 साल की उम्र के 3 बच्चे। കരീബൻ എന്ന് പറഞ്ഞാൽ ഏകദേശമാണ്. ഏകദേശം 8-10 വയസ്സുള്ള 3 കുട്ടികൾ. 3 ബച്ചെ. ആരൊക്കെയാണ്? गोबू, चुन्नी और लल्लू। അപ്പോൾ ആ 8-10 വയസ്സ് തോന്നിക്കുന്ന 3 കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ പേരും കഥാപാത്രങ്ങളുടെ പേരും പറയുന്നുണ്ട്. ഗോപു, ചുന്നി ഓർ ലല്ലു. അവരെവിടെയാണ് നിൽക്കുന്നത്? कच्चे रास्ते पर खड़े हैं। ടാറിടാത്ത ആ റോഡിൽ അവർ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ സീൻ 1 പറയുന്നു
സ്ഥലം പറയുന്നുണ്ട്, സമയം പറയുന്നുണ്ട്, ആ സ്ഥലം എങ്ങനെയുള്ള സ്ഥലമാണെന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ അതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്നും പറയുന്നുണ്ട്. चुन्नी, मैं कसम खाती हूँ. ആ ഇനിയിപ്പം ഡയലോഗുകളാണ്. അതിലാദ്യം ചുന്നിയുടെ ഡയലോഗാണ് മേ കസം കാത്തിഹും. ഞാൻ എന്താണ് ഞാൻ പ്രോമിസ് ചെയ്യുന്നു എന്നുള്ള അർത്ഥം, അല്ലെങ്കിൽ ഞാൻ സത്യം പറയുന്നു എന്നുള്ള ഒരു അർത്ഥമാണ് കസം കാത്തിഹും. गोबू कि हम चुपके से दूसरे गांव जाएंगे. चुन्नी, ആ നമ്മൾ ഒളിച്ച് ദൂസരേ ഗാവ് പോകുമെന്നാണ് പറയുന്നത്. ദൂസരേ ഗാവ് എന്ന് പറഞ്ഞാൽ മറ്റേ അടുത്ത ഗ്രാമത്തിൽ പോകും. ദൂസരേ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന്നാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അവരുടെ അടുത്തുള്ള ഏതെങ്കിലും ഗ്രാമത്തിൽ അവർ ഒളിച്ചു പോകുന്ന കാര്യമാണ് ഇവർ പറയുന്നത്. कि हम चुपके से दूसरे गांव जाएंगे. ആ അപ്പം ഗോപു പറയുന്നത് വീണ്ടും ഏറ്റു പറയുകയാണ് ചുന്നി. കി ഹം ചുപ്കേസെ ദൂസര. അപ്പം ഇവരെന്തോ സത്യവാങ്മൂലം പറയുകയാണെന്ന് തോന്നല്ലേ. गोबू और चुपके से टीवी देखकर आएंगे. ആ അപ്പോൾ ഗോപു പറയുന്നു നമ്മൾ പോയിട്ട് ആ ഗ്രാമത്തിൽ പോയിട്ട് അപ്പോൾ എന്താ പറഞ്ഞാൽ ഓർ ചുപ്കേസെ ടി വി ദേക്കറായെങ്കിൽ പോയി ഒളിച്ച് ടി വി കണ്ടിട്ട് വരും. चुन्नी, हंसी रोकते हुए और चुपके से टीवी देखकर आएंगे. അപ്പോൾ ചുന്നി എന്താ പറഞ്ഞത്, ചുന്നിക്ക് ചിരി വരുന്നുണ്ട്. അതിനല്ല ചിരി അടക്കിക്കൊണ്ട് അവൾ പറഞ്ഞു അതായത് അവൻ പറഞ്ഞത് തന്നെ, ഗോപു പറഞ്ഞത് വീണ്ടും ഏറ്റു പറയാണ്. ഓർ ചുപ്കേസെ ടി വി ദേക്കറായെങ്കിൽ പോയി ഒളിച്ച് നമ്മൾ ടി വി കണ്ടിട്ട് വരും. गोबू और ये बात किसी को नहीं बताएंगे. ഗോപു ഇപ്പോൾ പറഞ്ഞ എന്താ ഓർ ഏഹ് ബാത്ത്, അതായത് ഇവരെ ഒളിച്ചെവിടെ പോവാണ്, ഏതോ ഗ്രാമത്തിലേക്ക് പോവാണ് ടി വി കാണാൻ വേണ്ടി അല്ലേ. അപ്പം ഓർ ഏഹ് ബാത്ത് കിസിക്കോ നെഹി ബത്തായെങ്കിൽ ഈ കാര്യം മറ്റാരോടും പറയത്തില്ല. മാ കോ ബി നെഹി, അമ്മയോട് പോലും. माँ को भी नहीं. लल्लू बीच में टोक कर, माँ को कैसे बताएंगे, माँ तो सो रही है. ലല്ലു അടുത്ത ഡയലോഗ് ലല്ലുവിൻ്റെ ആണല്ലേ. ലല്ലു എന്താണ് പറഞ്ഞത്, അതായത് ബീച്ച് മേൻ ടോക്കർ ഇവരുടെ ഇടയ്ക്ക് കയറിയിട്ട് പറഞ്ഞു മാക്കോ കേസേ ബത്തായെങ്കിൽ, അമ്മയോട് എങ്ങനെ പറയാനാ, മാത്തോ സോര ഹീഹെ, അമ്മ ഉറങ്ങുകയല്ലേ. इसमें सीन कैसे लिखा है, घटना का स्थान लिखा है, अर्थात घटना कहाँ घटती है. അപ്പോൾ ഇവിടുത്തെ സീൻ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ തിരക്കഥയുടെ ഒരു ഭാഗം നമ്മൾ കണ്ടു, ഒന്നാം ഭാഗം കണ്ടു. അപ്പോൾ ഇവിടുത്തെ സീൻ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. घटना का स्थान लिखा है, അപ്പം നമ്മുടെ ഈ ഭാഗത്തിലെ സ്ഥലം എവിടെയാണെന്ന് എഴുതിയിട്ടുണ്ടോ. अर्थात घटना कहाँ घटती है. അതായത് എവിടെയാണ് ഈ സീൻ നടക്കുന്നത്, इनकी घटना कहाँ होती है. എവിടെയാണ്. गोबू के घर के बाहर की कच्ची सड़क में. അതെ, നമ്മൾ ആദ്യമേ പറഞ്ഞല്ലേ, ഗോപുവിൻ്റെ വീടിൻ്റെ മുമ്പിലെ ആ ടാറിടാത്ത റോഡിലാണ് അല്ലേ. ഗോപുക്കെ കർക്കെ ബാഹർ കച്ചി സടക് മേ. घटना कहाँ होती है, गोबू के घर के बाहर की कच्ची सड़क में. कच्ची सड़क का अर्थ क्या है. അപ്പോൾ കച്ചി സടക്കിൻ്റെ അർത്ഥം ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്താണെന്ന് അധ്യാപിക വീണ്ടും ചോദിക്കുന്നു. കച്ചി സടക്ക് എന്ന് പറഞ്ഞാൽ കച്ച രാസ്ത, അതായത് ടാറിടാത്ത റോഡ്. രാസ്ത എന്ന് പറഞ്ഞാൽ വഴി എന്നൊരു അർത്ഥം കൂടെ ഉണ്ട്. സടക്ക റോഡ്. कच्ची सड़क का अर्थ क्या है. ഇവിടെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, നമ്മളത് നേരത്തെ പറഞ്ഞു. ആരൊക്കെയായിരുന്നു, पात्र कौन कौन है ആരൊക്കെയായിരുന്നു बताइए. പറയൂ. गोबू, चुन्नी और लल्लू. ഗോപു, ചുന്നി, ഓർ ലല്ലു അല്ലേ. ഇവരുടെ 3 പേരുടെയും പേര് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ആരൊക്കെയായിരുന്നു കഥാപാത്രങ്ങൾ, ഗോപു, ചുന്നി, ഓർ ലല്ലു. गोबू, चुन्नी और लल्लू. उनकी आयु बताइए. അവരുടെ വയസ്സ്, ആയു എന്ന് പറഞ്ഞാൽ വയസ്സ്. അവർക്ക് എത്ര വയസ്സുള്ള പിള്ളേരായിരുന്നു അവർ. उनकी आयु, उम्र. ഉമ്ര എന്ന് പറഞ്ഞാലും വയസ്സെന്നാണ് അർത്ഥം. 8-10 साल की उम्र के. 8-10 വയസ്സല്ലേ. 8-10 साल की उम्र. അപ്പോൾ 8-10 വയസ്സുള്ള പിള്ളേരായിരുന്നു. घटना कब घटती है. ഈ ഭാഗം എപ്പോൾ നടക്കുന്നതാ, दोपहर के 2 बजे. സമയം നമ്മൾ അതും സീനിൽ എഴുതിയിട്ടുണ്ടല്ലേ. ദോപ്പഹർക്ക് 2 ബജെ, ഉച്ചയ്ക്ക് 2 മണിക്ക്. घटना कब घटती है, दोपहर के 2 बजे.
आगे पात्रों का संवाद है. ആ അതിൽ മുൻപോട്ട് പോകുമ്പം അതിലെ കഥാപാത്രങ്ങളുടെ സംഭാഷണം ഉണ്ടല്ലേ. गोबू ही नेता है. അപ്പോൾ ഗോപു ആണ്, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഗോപു ആണ് അവർക്ക് ആ സത്യവാങ്മൂലം പോലെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതിലെ നേതാവും ഗോപു ആണല്ലേ. उसकी प्रेरणा से चुन्नी कसम खाती है. അപ്പോൾ ആ ഗോപുവിൻ്റെ പ്രേരണ മൂലം ചുന്നി എന്താണ്, സത്യം ഇടുകയാണ്. എന്തിനാണ്? कि वे टीवी देखने दूसरे गांव जाएंगे. അവർ ടി വി കാണാൻ അപ്പുറത്തെ ഗ്രാമത്തിൽ പോകാമെന്ന് ഗോപുവിൻ്റെ പ്രേരണയിൽ ചുന്നി സത്യം ഇടുകയാണ്. किसी को बताए बिना. ആരോടും പറയാതല്ലേ. माँ को भी नहीं. അമ്മയോട് പോലും അവർ പറയണ്ടെന്നാണ് പറഞ്ഞത്. बच्चों, ये कसम खाना क्या है? അപ്പോൾ ഇവിടെ അധ്യാപിക ഇപ്പോൾ ചോദിച്ചത് കസം ഖാന എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്തായിരുന്നു അതിൻ്റെ അർത്ഥം? कसम खाना. हाँ वही, प्रतिज्ञा करना. പ്രതിജ്ഞാകർണ, പ്രതിജ്ഞ എടുക്കുക അല്ലെങ്കിൽ സത്യം ഇടുക അല്ലേ. कसम खाना, प्रतिज्ञा करना. तो गोबू पहले चुन्नी से यह प्रतिज्ञा करा लेती है कि वे चुपचाप दूसरे गांव चलेंगे टीवी देखने. അപ്പോൾ ഗോപു ചുന്നിയെ കൊണ്ട് എന്തോ സത്യം ഇടിപ്പിച്ചത്, അല്ലെങ്കിൽ പ്രതിജ്ഞ എടുപ്പിച്ചത്, അവർ ടി വി കാണാനായിട്ട് ദൂസരെ ഗാവിൽ പോവും അല്ലേ. ചുപ്കെ, ആരോടും ചുപ്കെ എന്ന് പറഞ്ഞാൽ ഒളിച്ച് പോകാമെന്നാണ് ഗോപു സത്യം ഇടിപ്പിച്ചത്. टीवी देखने. चुपचाप का अर्थ क्या है? ചുപ് ചാപ്പ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് ചില ചുപ് എന്ന് പറയാറില്ലേ, അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? चाप. चुपके से. നിശബ്ദമായി. ചുപ്കേസെ നിശബ്ദമായി അല്ലെങ്കിൽ ആരും അറിയാതെ. ചുപ് ചാപ്പ് എന്നൊക്കെ പറയുമ്പോൾ അത് ചുപ് ചാപ്പ് കർണ, നിശബ്ദമായിട്ട് ചെയ്യുക അല്ലെങ്കിൽ ആരും അറിയാതെ ചെയ്യുക എന്നുള്ളൊരു അർത്ഥമാണ്. चुपचाप, चुपके से, निशब्दമായി, ആരും അറിയാതെ. अब जरा पाठभाग का यह संवाद देख लें. നമുക്ക് പാഠഭാഗത്തിൽ ഈ ഒരു സംഭാഷണം നോക്കാം. चुन्नी, मैं कसम खाती हूँ गोबू कि हम चुपके से दूसरे गांव जाएंगे. चुन्नी कि हम चुपके से दूसरे गांव जाएंगे. गोबू और चुपके से टीवी देखकर आएंगे. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവല്ലേ, ചുന്നിയെ കൊണ്ട് ഗോപു പ്രതിജ്ഞ എടുപ്പിക്കുകയാണല്ലേ. चुन्नी हंसी रोकते हुए और चुपके से टीवी देखकर आएंगे. गोबू और ये बात किसी को नहीं बताएंगे, माँ को भी नहीं. लल्लू बीच में टोक कर, माँ को कैसे बताएंगे, माँ तो सो रही है. ഇതിൻ്റെ അർത്ഥമാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്. അതായത് ചുന്നി സത്യം ഇടുന്നു, അതായത് ഗോപു അപ്പോൾ പറയുന്നു എന്താണ്, നമ്മൾ ഒളിച്ച് അപ്പുറത്തെ ഗ്രാമത്തിൽ പോയിട്ട് ടി വി കാണുമെന്ന്. അത് ചുന്നി വീണ്ടും ഏറ്റു പറയുകയാണ് അടുത്ത ഡയലോഗിൽ. അതുപോലെ ഗോപു വീണ്ടും പറയുന്നു ഓർ ചുപ്കേസെ ടി വി ദേക്കറായെങ്കിൽ, ഒളിച്ചു പോയിട്ട് ടി വി കണ്ടിട്ട് വരുമെന്ന് പറയുന്നു. ചുന്നി ഹസി രോക്തെ ഹുയെ, ചിരി അടക്കിക്കൊണ്ട് ചുറ്റി പറയുന്നു ഓർ ചുപ്കേസെ ടി വി ദേക്കറായെങ്കിൽ. അപ്പോൾ അവൾക്ക് ചിരി വരുന്നുണ്ട് അവൻ്റെ കൂടെ സത്യവാങ്മൂലം പറയുമ്പോൾ അല്ലെങ്കിൽ പ്രതിജ്ഞ എടുക്കുമ്പോൾ. ഗോപു ഓർ യഹ് ബാത് കിസിക്കോ നെഹി ബത്തായെങ്കിൽ, എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഈ കാര്യം നമ്മൾ പോയി ടി വി കണ്ടു എന്നുള്ളത് ആരോടും പറയരുത്. മാക്കോ ബി നെഹി, അമ്മയോട് പോലും പറയരുത്. അപ്പം ലല്ലു ഇവരുടെ ഇടയ്ക്ക് കയറിയിട്ട് പറയും മാക്കോ കേസേ ബത്തായെങ്കിൽ, അമ്മയോട് എങ്ങനെ പറയും, മാത്തോ സോരഹി ഹെ, അമ്മ ഉറങ്ങുകയല്ലേ. ഇവിടെ 8 तो बच्चों बताइए, तीनों बच्चे कहाँ जाने की तैयारी में हैं? അപ്പം നിങ്ങൾ പറയൂ, തീനോ ബച്ചെ കഹാൻ ജാനേക്ക് തയ്യാരി മേ ഹെ, ഈ 3 കുട്ടികളും എവിടെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്? दूसरे गांव. ദൂസരെ ഗാവ് അല്ലേ, അടുത്തുള്ള ഗ്രാമത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. तीनों बच्चे कहाँ जाने की तैयारी में हैं? दूसरे गांव. दूसरे गांव किसके लिए जा रहे हैं?
ദൂസരെ ഗാവ് കിസ്കെ ലിയെ ജാ രഹെ ദൂസരെ ഗാവിൽ അവർ എന്തിനാ അല്ലെങ്കിൽ അടുത്തുള്ള ഗ്രാമത്തിൽ അവർ എന്തിനാണ് പോകുന്നത്? എന്തിനായിരുന്നു? टीवी देखने के लिए। ആ ടി വി ദേഖ്നേക്കില് അല്ലേ, ടി വി കാണാനായിട്ടാണ് അവർ ദൂസരെ ഗാവിൽ പോകുന്നത്. दूसरे गांव किसके लिए जा रहे हैं? टीवी देखने के ദേഖ്നേക്ക് लिए। ലിയെ. वे घर में बताकर जा रहे हैं। അവർ വീട്ടിൽ പറഞ്ഞിട്ടാണോ പോകുന്നത്? वे घर में बताकर जा रहे हैं? नहीं, चुपके से जा रहे हैं। അല്ല അല്ലേ, അവർ വീട്ടിൽ പറഞ്ഞിട്ടല്ല, ചുപ്കെ സെ ജാ രഹെ, അവർ ഒളിച്ചാണ് അല്ലെങ്കിൽ നിശബ്ദമായിട്ട് ആരും അറിയാതെയാണ് അവർ പോകുന്നത്. माँ को भी बताए बिना जा रहे हैं। ആ അവർ അമ്മയോട് പോലും മാ കോബി അമ്മയോട് പോലും ബത്തായ ബിന ജാ രഹെ പറയാതെയാണ് പോകുന്നത്. चुपके से जा रहे हैं, माँ को भी बताए बिना जा ജാ रहे രഹെ. हैं। अब आप इस दृश्य के आधार पर तालिका की पूर्ति करें। അപ്പം നമ്മൾ ഈ ദൃശ്യത്തിൻ്റെ അതനുസരിച്ചിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. दृश्य, स्थान, समय, घटना, पात्र। അപ്പോൾ ഇവിടുത്തെ ദൃശ്യം സീൻ ഏതായിരുന്നു? സീൻ 1 ആയിരുന്നു അല്ലേ. സ്ഥാൻ ഏത് സ്ഥലത്ത് വെച്ച് നടന്നത്? ഗോപുവിൻ്റെ വീടിന് മുമ്പിലുള്ള കച്ചി രാസ്തയിൽ അല്ലേ. സമയ ദോപഹർ 2 ബജെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഘടന അവിടുത്തെ ഭാഗം എന്തായിരുന്നു? ഇവർ ടി വി കാണാനായിട്ട് ഒളിച്ചു പോകാനുള്ള പ്ലാൻ ഇടുന്നതായിരുന്നു അല്ലേ. പാത്ര ആരൊക്കെയായിരുന്നു? ഗോപു, ചുന്നി ഓർ ലല്ലു. ये सब लिखकर तालिका लिखना है। पहले दृश्य में स्थान कहाँ है? गोबू के घर के बाहर की कच्ची सड़क। അപ്പം ആദ്യത്തെ ദൃശ്യത്തിലെ സ്ഥലം എവിടെയായിരുന്നു? ഗോപുവിൻ്റെ വീടിന് മുമ്പിലുള്ള കച്ചി സടക്, ടാറിടാത്ത റോഡല്ലേ. ഗോപുക്കെ കർക്കെ ബാഹർക്കി കച്ചി സടക്. समय बताइए। അതുപോലെ സമയം നമ്മൾ എപ്പോഴായിരുന്നു? ദോപഹർ 2 ബജെ അല്ലേ, ഉച്ചയ്ക്ക് 2 മണിക്ക് അല്ലേ. हाँ, बिल्कुल ठीक, दोपहर के 2 2 बजे। ബജെ. हाँ, वहाँ गोबू के साथ और कौन कौन है? അവിടെ ഗോപുവിൻ്റെ കൂടെ പിന്നെ ആരൊക്കെയാണുള്ളത്? ഗോപു മാത്രമല്ലല്ലോ, അവൻ ആരെ കൂടെ സത്യ പിടിപ്പിച്ചത്? പിന്നെ വേറെ ആരായിരുന്നുള്ളത്? अच्छा, लल्लू और चुन्नी। ആ ലല്ലുവും ചുന്നിയും ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അവിടുത്തെ കഥാപാത്രങ്ങൾ ഗോപു, ലല്ലു ഓർ ചുന്നി. वे कहाँ जाने वाले हैं? അവരെവിടെയാണ് പോകാൻ പോകുന്നത്? वे कहाँ जाने वाले हैं? നിങ്ങൾ പറയൂ, എവിടെ പോകുന്നത്? अच्छा, दूसरे ആ गांव। ദൂസരെ ഗാവ് അല്ലേ, അവരുടെ അടുത്തുള്ള ഗ്രാമത്തിലാണ് പോകുന്നത്. किसके लिए? എന്തിനാണ് പോകുന്നത്? हाँ, टीवी देखने के लिए। ടി വി കാണാനല്ലേ. वे किससे कहकर जाते हैं? അവർ ആരോട് പറഞ്ഞിട്ടാ പോകുന്നത്? हाँ, किसी से भी नहीं, അവർ കിസി സേ ബി നെഹി, ആരോടും പറയാതെയാണ് പോകുന്നത് അല്ലേ. माने चुपके से। അതായത് ചുപ്കെ, നിശബ്ദമായിട്ട് അല്ലെങ്കിൽ ആരും അറിയാതെയാണ് അവർ പോകുന്നത്. पहले दृश्य की घटना बताइए। गोबू അപ്പോൾ ആദ്യത്തെ ദൃശ്യത്തിൻ്റെ ആ ഭാഗം ഒന്ന് പറഞ്ഞേ. अपने दोस्त लल्लू और चुन्नी के साथ चुपके से टीवी देखने के लिए दूसरे गांव जाने का निश्चय कर लेता है। ആ അപ്പോൾ ഗോപു, അപ്പോൾ അവിടുത്തെ ഭാഗം ഇതാണ്. ഗോപുവും അവൻ്റെ കൂട്ടുകാരായ ലല്ലു ഓർ ചുന്നി, ലല്ലുവും ചുന്നിയും കൂടെ എവിടെയാണ് ഒളിച്ചു പോവുകയാണല്ലോ. എന്തിന്? ടി വി കാണാനായിട്ട്. എവിടോട്ട്? ദൂസരെ ഗാവ്, അവരുടെ അടുത്തുള്ള ഗ്രാമത്തിൽ. അങ്ങനെ ടി വി കാണാൻ പോകാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യുകയാണ് അവരല്ലേ. पहले दृश्य के पात्रों से हम परिचित हो गए हैं। ആ അപ്പം നമ്മൾ ഒന്നാമത്തെ സീനിൽ നിന്ന് അവിടുത്തെ കഥാപാത്രങ്ങളെല്ലാം പരിചയപ്പെട്ടല്ലേ. बताइए। हाँ, गोबू, ആ അപ്പോൾ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. ആ ഗോപു, लल्लू ലല്ലു, और चुन्नी। ചുന്നി. तालिका देखिए। ആ അപ്പോൾ ഇവിടെ താലിക കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. दृश्य एक। നമ്മൾ ഒന്നാമത്തെ സീനായിരുന്നു അതല്ലേ. അപ്പോൾ ദൃശ്യം എന്ന് പറഞ്ഞ സീനാണ്. എത്രാമത്തെ സീനായിട്ട് നമ്മൾ വായിച്ചത്? ഒന്നാമത്തെ സീൻ. स्थान ഏത് സ്ഥലത്ത് വെച്ചാണ് നടന്നത്? ഗോപുക്കെ കർക്കെ ബാഹർക്കി കച്ചി സടക്, ഗോപുവിൻ്റെ വീടിന് മുമ്പിലുള്ള ടാറിടാത്ത റോഡ്, അതായിരുന്നു സ്ഥലം അല്ലേ.
क्या लिखा है? गोबू के घर के बाहर की कच्ची सड़क। समय दोपहर के 2 बजे हैं। घटना गोबू അടുത്ത ഭാഗം എന്താണ്? गोबू अपने दोस्त लल्लू और चुन्नी के साथ चुपके से टीवी देखने के लिए दूसरे गांव जाने की निश्चय कर लेता है. അവർ ഒളിച്ച് ടി വി കാണാനായിട്ട് അടുത്ത ഗ്രാമത്തിൽ ഒളിച്ച് ടി വി കാണാൻ പോകുന്നത് തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? अपने दोस्त लल्लू और चुन्नी के साथ चुपके से टीवी देखने के लिए दूसरे गांव जाने का निश्चय कर लेता है. पात्र ഇവിടുത്തെ കഥാപാത്രങ്ങൾ ഗോപു, लल्लू ലല്ലു, और चुन्नी. ചുന്നി. आगे देखें सीन 2. നമുക്ക് രണ്ടാമത്തെ സീൻ നോക്കാം. पहाड़ की पगडंडी. दोपहर के 3 बजे हैं. അപ്പോൾ സീൻ 2ആണിത്. സീൻ 2ലെ സ്ഥലം ഇവർ പറഞ്ഞിട്ടുണ്ട്. പഹാഡ് കി പകഡണ്ടി, മലയോര പാതയല്ലേ. സമയവും പറഞ്ഞിട്ടുണ്ട്. ദോപഹർ കെ 3 ബജെ, ഉച്ചയ്ക്ക് 3 മണിക്ക്. बच्चे मेहनत से पहाड़ की पगडंडी चढ़ रहे हैं. सामने वाली एक चोटी पर टीवी टावर दिख रहा है. അപ്പം ബച്ചോ മേഹനത്ത്, അതായത് പ്രയാസപ്പെടുന്നു, അല്ലെങ്കിൽ അവർ പരിശ്രമിക്കുകയാണ്. എന്തിന്? പഹാഡ് കി പകഡണ്ടി ചട്രേ, അതായത് ഈ കുട്ടികൾ ഈ മലയോര പാത കയറിക്കൊണ്ടിരിക്കുകയാണ്. മുകളിൽ, അത് മല മുകളിലോട്ടാണല്ലോ, അപ്പം മല കയറിക്കൊണ്ടിരിക്കുകയാണ്. കഷ്ടപ്പെട്ട് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. മേഹനത്ത് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടാണ്. സാമനെ വാല ഏക്ക് ചോട്ടി പർ ടി വി ടവർ ദിഖ് രഹി, അപ്പം അവരിങ്ങനെ ആ മലയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തുള്ള ഒരു കൊടുമുടിയിൽ വേറൊരു മലയുടെ മുകളിലായിട്ട് ഇവർ ഒരു ടി വിയുടെ ടവർ കാണുന്നുണ്ട്. गोबू देखा, यही वो टावर है जिससे टीवी आता है. അപ്പോൾ ഗോപു പറഞ്ഞ ഡയലോഗാണ് ഫസ്റ്റിലുള്ളത്. ദേഖ, നിങ്ങൾ കണ്ടോ എന്നുള്ള രീതിയിലാണ്. ദേഖ, കണ്ടോ. യഹി വോ ടവർ ഹേ, ഇതാണ് ആ ടവർ. ജിസ്സെ ടി വി ആത്ത, ഇതിൽ നിന്നാണ് ടി വി വരുന്നത്. लल्लू आता कहाँ है? आता होता तो हम दूसरे गांव क्यों जाते? അപ്പം ലല്ലു എന്താണ് ഗോപുവിനോട് ചോദിക്കും, ആത്താ കഹാ ഹേ, എവിടുന്ന് വരാനാ? ആത്താ ഹോത്തോത്തോ ഹം ദൂസരേ ഗാവ് ക്യോൻ ജാത്തേ, അങ്ങനെ വരാനായിരുന്നെങ്കിൽ നമ്മൾ എന്തിനാണ് അടുത്തൊരു ഗ്രാമത്തിലേക്ക് പോകുന്നത്? അതായത് ഗോപു ആ ടവർ വരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു അതിൽ നിന്നാണ് ടി വി വരുന്നതെന്ന്. അപ്പോഴാണ് ലല്ലു ചോദിച്ചത്, പിന്നെ അതെങ്ങനെ വരാനാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്പുറത്തെ ഗ്രാമത്തിൽ പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. गोबू चुन्नी, ये लल्लू एकदम लल्लू है ना. बाबा ने बताया था ना कि इसी टावर से दूसरे गांव में टीवी आता है. और क्योंकि हमारा गांव पहाड़ के इस तरफ है, हमारे में नहीं आता है. അപ്പോൾ ആണെങ്കിൽ ഗോപു പറഞ്ഞു, ഓ ചുന്നി, ഇവനെ നോക്കി, ലല്ലു എന്താ ഇങ്ങനെ അല്ലേ. ലല്ലു പറഞ്ഞത് മണ്ടത്തരാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്നാണ് ടി വി വരുന്നത്. അവരുടെ ഗ്രാമത്തിൽ, അതായത് അവർ പോകുന്ന ഗ്രാമമുണ്ടല്ലോ, ആ ഗ്രാമത്തിൽ ഈ ടവർ ഉള്ളതുകൊണ്ടാണ് അവിടെ ഉള്ളവർക്ക് ടി വി കാണാൻ സാധിക്കുന്നത്. നമ്മൾ പഹാഡിക്കെ എന്താണ് ഇസ് തരഫ് ഹേ, ഹമാരേമേ നെഹി ആത്ത, നമ്മളുടെ ഗ്രാമം എന്ന് പറഞ്ഞാൽ ഈ മലയുടെ ഈ സൈഡിലായതുകൊണ്ടാണ് നമ്മുടെ ഈ സൈഡിലോട്ട് ഈ ടി വി വരാത്തത്, അതായത് സിഗ്നൽ വരാത്തതെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. चुन्नी हाँ, मेरे बापू ने तो बक्सा और एंटीना भी खरीद लिया था. हमने एंटीना को सब तरफ घुमाया पर टीवी पकड़ा ही नहीं. അപ്പം എന്താണ് ചുന്നി പറഞ്ഞു, എൻ്റെ അച്ഛനും ടി വി ആൻറ്റിനയൊക്കെ വാങ്ങിയിരുന്നു. ഹംനെ ആൻറ്റിനക്കോ സബ് തരഫ് ഘുമായ, ആൻറ്റിന എല്ലാ വശത്തോട്ടും എന്താണ് ചുറ്റിച്ചിരുന്നു. ഇനി നമ്മളാണെങ്കിലും കൊച്ചുനാളി ആൻറ്റിന ടി വി ആകുമ്പം സിഗ്നൽ കിട്ടാൻ വേണ്ടി അത് ചുറ്റിക്കില്ലായിരുന്നു. അതുപോലെ ചുന്നിയുടെ വീട്ടുകാരും അത് ചുറ്റിച്ചു നോക്കി. പർ
ടി വി പക്ടാഹി നെഹി. പക്ഷേ അവർക്ക് സിഗ്നൽ കിട്ടിയില്ല. ടി വി കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം അവർക്ക് സിഗ്നലൊന്നും കിട്ടിയിരുന്നില്ല. बताइए दूसरे सीन की घटना कहाँ होती है? അപ്പോൾ രണ്ടാം സീനിൻ്റെ ഭാഗം എവിടെയാണ് നടക്കുന്നത്? നമ്മൾ ആദ്യമേ പറഞ്ഞല്ലേ, എവിടെയായിരുന്നു? पहाड़ की पगडंडी में. മലയോര പാതയിലാണ് നടക്കുന്നതെങ്കിൽ പർവ്വത പാതയിലാണ് ഇത് നടക്കുന്നത്. दूसरे सीन की घटना कहाँ होती है? पहाड़ की पगडंडी में. पगडंडी का मतलब क्या है? पगडंडी संगरा रास्ता. संगरा रास्ता ഇടുങ്ങിയ വഴി. नारो रोड. बच्चे मेहनत से माने परिश्रम से पहाड़ की पगडंडी चढ़ रहे हैं. അപ്പം പകടണ്ടിയുടെ അർത്ഥം ഇടുങ്ങിയ വഴി എന്നാണ്. അപ്പോൾ കുട്ടികൾ എന്താണ് കഷ്ടപ്പെട്ട് പഹാഡ് കെ പകടണ്ടി ചढ़ അവർ പഹാഡിൻ്റെ വഴി, അതായത് മലയിലൂടെയുള്ള ആ പാതയിലൂടെ, ഇടുങ്ങിയ വഴിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. यहाँ चढ़ने का अर्थ क्या है? അപ്പോൾ കുട്ടികൾ ചढ़ രഹേത്തെ എന്ന് പറഞ്ഞു. അപ്പോൾ ചട്നി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ना नीचे से ऊपर जाना. नीचे से ऊपर जाना എന്ന് പറഞ്ഞാൽ താഴെ നിന്ന് മുകളിലേക്ക് പോവുക. അത് നമ്മൾ കയറ്റം കയറുക എന്നുള്ള അർത്ഥമാണ്. കയറുക, to climb. सीन कब कटती है? സീൻ ഏത് സമയത്താണ് നടക്കുന്നത്? दोपहर के 3 बजे. ഉച്ചയ്ക്ക് 3 മണിക്കാണ് അല്ലേ? दोपहर के 3 बजे. सीन कब घटती है? दोपहर के 3 बजे. इस दृश्य की घटना क्या है? इस दृश्य की घटना क्या है? ഈ ദൃശ്യത്തിലെ ഭാഗം എന്താണ്? गोबू, चुन्नी और लल्लू पहाड़ की पगडंडी से दूसरे गांव चले जाते. ഗോപുവും ചുന്നിയും ലല്ലുവും പഹാഡ് കി പകടണ്ടി, അതായത് മലയിലെ ഇടുങ്ങിയ വഴിയിലൂടെ ദൂസരെ ഗാവ് ചലെ ജാത്തെ ഹെ, അടുത്ത ഗ്രാമത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. गोबू, चुन्नी और लल्लू पहाड़ की पगडंडी से दूसरे गांव चले जाते हैं. सामने वाली चोटी पर टीवी का टावर है. सामने वाली चोटी पर टीवी का टावर है. അടുത്തുള്ള ചോട്ടിയിൽ ടിവിയുടെ ടവർ ഉണ്ട്. അപ്പോൾ ചോട്ടിയുടെ അർത്ഥം എന്താണ്? चोटी का अर्थ क्या है? चोटी. चोटी का अर्थ क्या है? चोटी पर्वत की शिखा. चोटी പർവ്വതത്തിന്റെ ശിഖയാണ്, അതായത് കൊടുമുടി. पर्वत की शिखा, कोडमुड़ी. गोबू के इलाके में टीवी नहीं आता था. गोबू के इलाके में टीवी नहीं आता था. इसका कारण क्या है? അപ്പം ഗോപുവിൻ്റെ ആ ഭാഗത്തോട്ട്, അല്ലെങ്കിൽ ഗോപുവിൻ്റെ വീട് നിൽക്കുന്ന സ്ഥലങ്ങളിലോട്ട് ടിവിയുടെ സിഗ്നൽ വരില്ലായിരുന്നു. അതിന് കാരണം എന്താണ്? बताइए. टीवी का सिग्नल उसके गांव में नहीं आता है क्योंकि उसका गांव पहाड़ के इस तरफ है. एक तरफ है. അത് അവൻ്റെ വീട്ടിൽ ടി വി സിഗ്നൽ വരാത്തത് അവൻ്റെ വീട് മലയുടെ മറ്റൊരു വശത്തായതുകൊണ്ടാണ്. ഒരു വശത്തുള്ള ആളുകൾക്ക് കിട്ടുള്ളായിരുന്നു, ഇവർ എതിർവശത്തുള്ളവരായതുകൊണ്ട് അവർക്ക് കിട്ടില്ലായിരുന്നു. जहाँ टीवी टावर है वहां से सिग्नल उनके गांव में नहीं आता है. ടി വി ടവർ ഉള്ളിടത്ത് നിന്ന് സിഗ്നൽ അവരുടെ വീടുകളിലേക്ക് വരില്ലായിരുന്നു. अब हम 2 सीन देख चुके हैं. 2 सीन देख चुके हैं. അപ്പോൾ നമ്മൾ ഇപ്പോൾ 2 സീനാണ് അല്ലേ? हमने आंटीना को सब तरफ घुमाया. അപ്പോൾ ചുന്നി പറഞ്ഞായിരുന്നു അല്ലേ, ഹംനെ ആൻറ്റിനൊക്കെ സബ് തരഫ് കുമായ, ഞങ്ങൾ ആൻറ്റിനെ എല്ലാ ഭാഗത്തോട്ടും ചുറ്റിച്ച് നോക്കിയായിരുന്നു. पर टीवी पकड़ा ही नहीं. പക്ഷേ സിഗ്നൽ കിട്ടിയില്ല.
घुमाना का अर्थ क्या है? घुमाना, ഘുമാനയുടെ അർത്ഥം കറക്കുക എന്നുള്ളതാണ്, घुमाना അല്ലെ ചുറ്റിക്കുക. കറക്കുക, घुमाना കറക്കുക, टू रोटेट. स्पष्ट है ना? तीनों बच्चे टीवी देखने के लिए कितने उत्सुक हैं? അപ്പം 3 പിള്ളേരും ആ ടി വി കാണാൻ എത്ര ഉത്സാഹിതരാണ്, അല്ലെങ്കിൽ അവർക്ക് എന്തൊരു ആഗ്രഹമാണ് അല്ലേ ടി വി കാണാനായിട്ട്. टीवी देखने की कितनी इच्छा है उनके मन में? എന്താഗ്രഹമാണ് അവരുടെ മനസ്സിലുള്ളത് അല്ലേ ടി വി കാണാനായിട്ട്. ഇനി നമുക്ക് ഇപ്പോൾ പഠിച്ച തിരക്കഥയുടെ രണ്ടാം आधार पर तालिका की पूर्ति करें. अपनी अध्यापिका को जरूर दिखाएं. അപ്പം നിങ്ങൾ ഇനി ഈ ടേബിളിൻ്റെ ഈ സീനിനെ അടിസ്ഥാനപ്പെടുത്തി, സീൻ ദോയെ അടിസ്ഥാനപ്പെടുത്തി, നമ്മൾ ഫസ്റ്റ് സീനിൻ്റെ എഴുതിയായിരുന്നു അല്ലേ, അപ്പോൾ ഈ സീനിനെ അടിസ്ഥാനപ്പെടുത്തി ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. ദൃശ്യ, സ്ഥാൻ, സമയ, ഘടന, പാത്രം. അത് ഇവിടുത്തെ ദൃശ്യം എന്താണ്, എത്രാമത്തെ സീനായിരുന്നു ഇവിടെ, ദോ ആയിരുന്നു അല്ലേ. സ്ഥലം എവിടെയായിരുന്നു, പഹാഡ് കെ പക്കഡണ്ടി, അതായത് ആ മലയിലെ ഇടുങ്ങിയ വഴിയിലൂടെ കുട്ടികൾ നടക്കുന്നതായിരുന്നു, അതായിരുന്നു സ്ഥലം അല്ലേ. സമയോ ദോപഹർ കെ 3 ബജെ, ഉച്ചയ്ക്ക് 3 മണിക്കല്ലേ. ഘടന, അവിടുത്തെ ഭാഗം എന്താണ്, കുട്ടികൾ അടുത്ത ഗ്രാമത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പാത്രം, ഇവിടെയും കഥാപാത്രങ്ങൾ അവർ തന്നെയാണല്ലേ, ആര്, ഗോപു, ലല്ലു ഓർ ചുന്നി. ठीक है. सीन 3 देखिए. सीन 3 मनोहर चाचा के घर का कमरा. ഓക്കെ, മൂന്നാമത്തെ സീനാണ് ഇനി പഠിക്കാൻ പോകുന്നത്. മനോഹർ ചാച്ചാക്ക കർക്ക കമര, മനോഹർ ചാച്ചുവിൻ്റെ വീട്ടിലെ മുറി. സുബഹ് കെ 8 ബജെ, രാവിലെ 8 മണിക്ക്. सुबह के 8 बजे हैं. टीवी पर 26 जनवरी की परेड आ रही है. അപ്പം ടി വിയിൽ റിപ്പബ്ലിക് ഡേ ആണ്, 26 ജനുവരി എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക് ഡേ ആണല്ലേ. അന്ന് നമ്മൾ റിപ്പബ്ലിക് ഡേ പരേഡ് നാഷണൽ ടി വിയിലെല്ലാം കാണാൻ പറ്റും അല്ലേ, അപ്പം അതുണ്ട്. गोबू और उसके बाबा टकटकी लगाए देख रहे हैं. मनोहर चाचा बगल में बैठे हैं. टीवी में झांकियां चल रही हैं. മനോഹർ ചാച്ച അവരുടെ സൈഡിലായിട്ട് ഇരിപ്പുണ്ട്. അവർ ടി വിയിൽ ദൃശ്യങ്ങളും നടക്കുന്നുണ്ട്, കമൻട്രിയും നടക്കുന്നുണ്ട്. गोबू, बाबा यह आवाज कहाँ से आ रही है? അപ്പോൾ ഗോപു ചോദിക്കുകയാണ്, അച്ഛാ ഈ ആവാസ്, ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത്. मनोहर चाचा, ये भी टीवी से ही आ रही है. അപ്പം മനോഹർ ചാച്ച പറഞ്ഞു, ഈ ശബ്ദവും ടി വിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. गोबू, जादू है ना? അപ്പോൾ ഗോപു പറഞ്ഞു, ഓ ഇത് എന്താണല്ലേ, മായം ആണല്ലേ, മാജിക് ആണെന്ന് പറഞ്ഞു. അവനിത് ആദ്യമായിട്ടാണ് ടി വി കാണുന്നത്, അപ്പം അവന് മാജിക് കാണുന്നത് പോലെ തോന്നി. सीन 3 कहाँ घटता है? मनोहर चाचा. അപ്പം മൂന്നാമത്തെ സീൻ എവിടെയാണ് നടക്കുന്നത്, മനോഹർ ചാച്ചാക്കെ കർക്കെ കമരമേ, മനോഹർ ചാച്ചയുടെ, ചാച്ച എന്ന് പറഞ്ഞാൽ കൊച്ചച്ഛനാണ്, കൊച്ചച്ഛൻ്റെ വീട്ടിലെ മുറിയിലാണ് ഈ മൂന്നാമത്തെ സീൻ നടക്കുന്നത്. के घर के कमरे में. बताइए घटना क्या है? അവിടെ ഏത് ഭാഗമാണെന്ന് നടക്കുന്നത്. ഗോപു അപ്നെ ബാബ ഓർ മനോഹർ ചാച്ചാക്കെ സാത്ത് ടി വി ദേഖ്തേ ഹെ, ഗോപു അവൻ്റെ അച്ഛൻ്റെയും മനോഹർ ചാച്ചയുടെയും കൂടി ഇരുന്ന് ടി വി കാണുകയാണ് അല്ലേ. ना क्या है? गोबू अपने बाबा और मनोहर चाचा के साथ टीवी देखता है. गोबू अपने बाबा और मनोहर चाचा के साथ टीवी देखता है. अब बताइए घटना कब होती है? അപ്പം നിങ്ങൾ പറയൂ, ഘടന ഏത് സമയത്താണ് നടക്കുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞല്ലേ, സുബഹ് 8 ബജെ, രാവിലെ 8 മണിക്കാണ്. सुबह 8 बजे. घटना कब होती है? सुबह 8 बजे. गोबू क्या कर रहा था? ഗോപു എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്. टीवी देख रहा था. ആ ടി വി കാണുകയായിരുന്നു അല്ലേ. गोबू क्या कर रहा था? टीवी देख रहा ടി था. വി കാണുകയായിരുന്നു. उसके साथ कौन कौन है? അവൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു. गोबू के बाबा
और ഗോപുവിൻ്റെ मनोहर चाचा। ഗോപുവിൻ്റെ അച്ഛനും उसके साथ ചാച്ചയും. कौन कौन है? ആരൊക്കെ ഉണ്ടായിരുന്നു? गोबू के बाबा और मनोहर चाचा। मनोहर चाचा बगल में बैठे ഗോപുവിൻ്റെ അച്ഛനും മനോഹർ ചാച്ചയായിരുന്നു അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. മനോഹർ ചാച്ച ബഗൽമേ ബൈഠത്തെ. हैं। അപ്പോൾ ബഗൽമേ ബൈഠെ എന്ന് പറഞ്ഞാൽ മനോഹർ ചാച്ച അവരുടെ അടുത്തിരിപ്പുണ്ടായിരുന്നു. यहाँ बगल का अर्थ क्या है? അപ്പോൾ ബഗലിൻ്റെ അർത്ഥം मनोहर चाचा എന്താണ്? बगल में बैठे हैं। बगल का अर्थ क्या है? ബഗലിൻ്റെ അർത്ഥം പാസ്, വശം, बगल സൈഡ്. निकट, पास, साइड, वशम। बगल का अर्थ क्या है? साइड, वशम। टीवी में क्या देख रहा था? 26 जनवरी की परेड देख रहा था। അവർ ടി വിയിൽ എന്തായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്? ജനുവരി 26 പരേഡായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് അല്ലേ? റിപ്പബ്ലിക് ഡേ പരേഡായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. यहाँ पर देखिए बच्चों, इस दृश्य की एक विशेषता है। जरा सोचिए। അപ്പോൾ ഈ ദൃശ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. അതെന്താണ്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. जरा सोच समझ कर बता सकते हैं? നിങ്ങൾക്കതൊന്ന് ചിന്തിച്ച് പറയാൻ പറ്റുമോ? नहीं बता सकते हैं? तो ये बताइए, सीन एक में हमने क्या देखा? നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ലേ? എങ്കിൽ നമുക്ക് നോക്കാം. സീൻ एक में हमने क्या देखा. ഒന്നാമത്തെ സീനിൽ നമ്മൾ എന്താണ് കണ്ടത്? हाँ, तीनों बच्चे टीवी देखने दूसरे गांव जाने वाले हैं। 3 കുട്ടികൾ ടി വി ദേഖ്നെ അല്ലേ? ടി വി കാണാനായിട്ട് ദൂസരെ ഗാവ്, അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോവുകയാണ്. तीनों बच्चे टीवी देखने दूसरे गांव जाने वाले हैं। अच्छा, दूसरे दृश्य में क्या देखा? दूसरे दृश्य में क्या അപ്പോൾ രണ്ടാമത്തെ സീനിൽ നമ്മൾ എന്താ കണ്ടത്? देखा? तीनों बच्चे पहाड़ के रास्ते से दूसरे गांव जा रहे हैं। 3 കുട്ടികളും ആ മലയിലെ, അതായത് പർവ്വതത്തിൻ്റെ താഴെയുള്ള ഇടുങ്ങിയ വഴിയിലൂടെ അടുത്ത ഗ്രാമത്തിലേക്ക് പോവുകയാണല്ലേ? तीनों बच्चे पहाड़ के रास्ते से दूसरे गांव जा रहे हैं। तो बताइए, ये तीसरे दृश्य में गोबू के साथ उसके बाबा और मनोहर चाचा भी है। वे तीनों टीवी देख रहे हैं। അപ്പം ഈ മൂന്നാമത്തെ സീനിൽ ഗോപുവിൻ്റെ കൂടെ ആരൊക്കെയുണ്ട്? അവൻ്റെ അച്ഛനും മനോഹർ ചാച്ചയും ഉണ്ടല്ലേ? അവർ 3 പേരും ടി വി കാണുകയാണ്. ये कैसे हो गया? അപ്പം 1ഉം 2ഉം സീനിൽ ഇവർ എന്താണ്, കുട്ടികളെല്ലാവരും ആണ്. മൂന്നാമത്തെ സീനിൽ അച്ഛനും ഗോപുവും ചാച്ചയാണ്. ഇത് എങ്ങനെ സംഭവിച്ചു? किसने बताया? हाँ, बिल्कुल ठीक। ये दृश्य फ्लैशबैक है। അപ്പം ഈ മൂന്നാമത്തെ സീൻ എന്ന് പറയുന്നത് ഒരു ഫ്ലാഷ് ബാക്കാണ്. ഗോപു പണ്ട് ടി വി കണ്ട കാര്യം അവൻ ഫ്ലാഷ് ബാക്കായിട്ട് ഉള്ളൊരു സീനാണ് മൂന്നാമത്തെ സീൻ. ये दृश्य फ्लैशबैक है। इससे हम क्या समझते हैं? ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? हाँ, गोबू को टीवी का कार्यक्रम जादू सा लगा। ഗോപുവിന് ടി വിയുടെ പരിപാടികളൊക്കെ ജാദു സലക, മാജിക് പോലെയാണ് തോന്നിയത് അല്ലേ? टीवी का कार्यक्रम जादू सा लगा। जादू क्या है? ജാദു എന്ന് പറഞ്ഞാൽ എന്താണ്? जादू, इंद्रजालम, मैजिक। जादू क्या है? इंद्रजालम, मैजिक। गोबू को टीवी का कार्यक्रम जादू सा लगा। ഗോപുവിന് ടി വിയിലെ പരിപാടികളൊക്കെ മാജിക് പോലെ തോന്നി. क्यों? എന്തുകൊണ്ടാ? गोबू को टीवी का कार्यक्रम जादू सा लगा। क्यों? അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ शायद തോന്നിയത്? गोबू पहली बार टीवी देख रहा था। ഷായദ് ഗോപു പെഹ്ലി ബാർ ടി വി ദേഖ് രഹാ താ. ചിലപ്പോൾ ഗോപു ആദ്യമായിട്ടായിരിക്കും ടി വി കാണുന്നത് അല്ലേ? देखिए, टीवी में चित्र और आवाज देख सुनकर गोबू मनोहर चाचा से क्या कहता है? അപ്പം ഗോപു ടി വിയിൽ ചിത്രങ്ങളും അതുപോലെ തന്നെ അതേസമയം ശബ്ദവും ഒരുമിച്ച് കേൾക്കുമ്പം
ഗോപു എന്താണ് ചാച്ചയോട് ചോദിക്കുന്നത്? बाबा, यह आवाज कहाँ से आ रही है? ആ ബാബ എ ആവാസ്, ആവാസ് എന്ന് പറഞ്ഞ ശബ്ദം. ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത്? बाबा, यह आवाज कहाँ से आ रही है? इस सीन में कौन कौन है? ഈ ദൃശ്യത്തിൽ ആരൊക്കെയുണ്ട്? കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? गोबू, बाबा और मनोहर चाचा. ആ ഗോപുവും ബാബ അച്ഛനും പിന്നെ മനോഹർ ചാച്ചയും. गोबू, बाबा और मनोहर चाचा. गोबू और बाबा टकटकी लगाए टीवी देख रहे हैं. गोबू और बाबा टकटकी लगाए टीवी देख रहे हैं. ഗോപുവും ബാബയും ടക്ടക്കി ലഗായി ടി വി നോക്കുകയായിരുന്നു അല്ലേ? അവർ വളരെ ശ്രദ്ധയോടെ, അല്ലെങ്കിൽ ആ ടക്ടക്കി ഡബായുടെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. यहाँ टकटकी लगाए, टकटकी लगाना माने क्या है? അപ്പം ടക്ടക്കി ലഗായി എന്ന് പറയുന്നത് അർത്ഥം എന്താണ്? टकटकी लगाना क्या है? जब हम लोग पहली बार किसी चीज को देखते हैं तो कैसे देखते हैं? നമ്മൾ ചില കാര്യങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളൊരു സാധനം കാണുന്നതെങ്കിൽ അതെങ്ങനെയായിരിക്കും നമ്മൾ നോക്കുന്നത്? टकटकी लगाए देखते हैं. ടക്ടക്കി ലഗായാണ് നമ്മൾ നോക്കുന്നത് അല്ലേ? ഭയങ്കര അതിശയത്തോടെ ആണ് നമ്മൾ നോക്കാറുള്ളത്. अर्थात अपनी दृष्टि स्थिर करके देखते हैं. നമ്മൾ അതിലേക്ക് തന്നെ നമ്മളുടെ നോട്ടം നോക്കിക്കോ അല്ലേ? അതിലേക്ക് തന്നെ നമ്മൾ നോക്കിയിരിക്കും. टकटकी लगाए देखना अर्थ क्या है? टकटकी लगाए देखना. അപ്പം ടക്ടക്കി ലഗായ ദേഖ്ന എന്നുള്ളതിൻ്റെ അർത്ഥമാണ് നിർനിമേഷമായി നോക്കുക. അപ്പോൾ ഫ്ലാഷ് ബാക്ക് സീനിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റിയത്? गोबू ने एक बार दूसरे गांव जाकर मनोहर चाचा के घर में टीवी देखा था. गोबू ने एक बार दूसरे गांव जाकर मनोहर चाचा के घर में टीवी देखा था. അപ്പോൾ ഗോപു ഒരു നാൾ അടുത്ത ഗ്രാമത്തിൽ പോയിട്ട്, അതായത് മനോഹർ ചാച്ചയുടെ വീട്ടിൽ പോയിട്ട് ടി വി കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ ഗോപു? ഗോപു ഒരിക്കൽ മനോഹർ ചാച്ചയുടെ വീട്ടിൽ പോയി ടി വി കണ്ടിരുന്നു. തന്റെ മറക്കാനാവാത്ത അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് അവൻ ലല്ലുവും ചുന്നിയുമായി ടി വി കാണുവാൻ പോകുന്നത്. ജീവിതത്തിൽ ആദ്യമായി ടി വി കാണുന്ന പർവ്വത പ്രദേശത്തിലെ കുട്ടികളുടെ മാനസിക നിലയിൽ നിന്ന് വേണം ഈ പാഠം നമ്മൾ കാണുവാൻ. अब आप तीसरे दृश्य के आधार पर इस तालिका की पूर्ति करें. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം മൂന്നാമത്തെ ദൃശ്യത്തിൻ്റെ അടിസ്ഥാനമാക്കിക്കൊണ്ട്. ദൃശ്യ സ്ഥാൻ. അപ്പോൾ ഇവിടുത്തെ ദൃശ്യം എത്രാമത്തെ സീനായിരുന്നു? മൂന്നാമത്തെ സീൻ. സ്ഥാൻ എന്ന് പറയുമ്പോൾ എവിടെയായിരുന്നു? മനോഹർ ചാച്ചക്കെ കർക്കെ കമ്ര അല്ലേ? മനോഹർ ചാച്ചയുടെ വീട്ടിലെ മുറിയായിരുന്നു. സമയോ സുബഹ് 8 ബജെ, രാവിലെ 8 മണിക്ക്. ഘടന എന്താണ്? രാജുവും ഗോപുവും അവൻ്റെ അച്ഛനും മനോഹർ ചാച്ചയുടെ വീട്ടിലിരുന്ന് ടി വി കാണുന്നു. പാത്രം ആരൊക്കെയാണ്? ഗോപു, മനോഹർ ചാച്ച ഓർ ഉസ്കി ബാബ, അല്ലെങ്കിൽ ഗോപു ഓർ ഉസ്കി ബാബ ഓർ അപ്പോൾ ഇവിടുത്തെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ഗോപു ഓർ ഉസ്ക ബാബ അവൻ്റെ അച്ഛനും പിന്നെ മനോഹർ ചാച്ചയും. സമയ, ഘടന, പാത്രം. ദൃശ്യ, സ്ഥാൻ, സമയ, ഘടന, പാത്രം. കുട്ടികളെ, ഈ വർക്ക്ഷീറ്റ് പൂർത്തിയാക്കി നിങ്ങളുടെ ടീച്ചറെ കാണിക്കാൻ മറക്കരുതേ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ടീച്ചറോട് ചോദിച്ച് മനസ്സിലാക്കണേ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ധന്യവാദ്.